എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ 8 സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ്. നസ്രിയ ബേസിൽ ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഹോട്ട്സ്റ്റാറിൽ ഒഫീഷ്യലായിട്ട് സൂക്ഷ്മദർശിനി റിലീസായിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ലയൺ കിങ് എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ ലീക്കായിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ലയൺ കിങ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെയിം ചേഞ്ചർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രാം ചരൺ നായകനായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായ തെലുങ്ക് സിനിമയാണ് ഗെയിം ചേഞ്ചർ. തമിഴ് ഡയറക്ടർ ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്തത്. ഗെയിം ചേഞ്ചർ എന്ന സിനിമ 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. ഈ ഗെയിം ചേഞ്ചർ എന്ന സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ സിനിമയാണ് ഓശാന. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇപ്പോൾ മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വീണ്ടും പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ആഴ്ചയാണ് ഓശാന സിനിമയുടെ റിലീസ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു ഓശാന. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ദിലീപ്, തമന്ന, സിദ്ദിഖ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടു. ആമസോൺ പ്രൈമാണ് ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജനുവരി 25 മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭാവന കേന്ദ്ര കഥാപാത്രം വന്ന സിനിമയായിരുന്നു ഹണ്ട്. തിയേറ്ററിൽ സിനിമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹൊറർ മൂവിയാണ് ഹണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ ഉറപ്പായിട്ടും ഹണ്ട് സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 30 മുന്നേ ഹണ്ട് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ജോജു സംവിധാനം ചെയ്ത് ജോജു തന്നെ നായകനായ സിനിമയായിരുന്നു പണി. തിയേറ്ററിൽ നിന്ന് ഗംഭീര റെസ്പോൺസ് ആണ് പണി സിനിമയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സോണി ലീവാണ് പണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പണി സിനിമയുടെ ഒഫീഷ്യൽ തീയതി ജനുവരി 16 ഒഫീഷ്യൽ ആയതുകൊണ്ട് ഈ തീയതിയിൽ മാറ്റം വരില്ല. തലേ ദിവസം തന്നെ സിനിമ സോണി ലീവിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. എല്ലായിടത്തും സിനിമ ഗംഭീര ഹിറ്റാണ്. ഇപ്പോൾ മാർക്കോ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നേരത്തെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ OTT നെറ്റ്ഫ്ലിക്സിൽ ജനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരവുമായിരിക്കും. ഫെബ്രുവരി 5 വരാനാണ് സാധ്യത. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.